വെൽക്കം ടു ജിലേബി ക്യൂസീൻ. ഞാൻ ജിബി ജിജോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു നോൺ വെജ് റെസിപ്പിയാണ് പെപ്പർ ചിക്കൻ. നല്ല സ്പൈസി ആയിട്ടുള്ള നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെയാണോ ഇഷ്ടം അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഉള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. ഫുൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസും പുതിയ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ ഉണ്ടാവും. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ പെപ്പർ ചിക്കന് വേണ്ടുന്ന മസാല നമുക്കിവിടെ പൊടിച്ചെടുക്കണം. അതിന് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ പെപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 1.25 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് പൊടിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഒന്നിച്ചാണ് പൊടിച്ചെടുത്തത്. സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് പെപ്പർ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റായി പൊടിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ കറിയിലേക്ക് ചേർക്കാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഗ്രാമ്പൂ വേണം, അതൊരു 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ പട്ട വേണം, അതൊരു 2 കഷ്ണം പട്ടയാണ് എടുത്തിരിക്കുന്നത്. 1 ഇഞ്ചിൽ കൂടുതൽ നീളമുള്ള 2 കഷ്ണം പട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒടിച്ചിട്ടതാണത്. ഞാനൊരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. വേണ്ടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാനിവിടെ ഒരു 11 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഇഞ്ചി ഒരു 3 ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കണം. ഇനി സവാള, ഇതൊരു മീഡിയം സൈസ് സവാള, അതായത് 3 സവാള ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടേക്കുന്നതേ ഉള്ളൂ. 3 മീഡിയം സൈസ് സവാളയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. പെപ്പർ ചിക്കൻ തയ്യാറാക്കണ്ടേ, അപ്പോൾ അതിനായിട്ടൊരു കടായി ചൂടാക്കി എടുക്കുക. അതിന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് പകരം കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വേറെ ഏത് ഓയിലോ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പം കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇപ്പം പെപ്പർ ചിക്കൻ ആകുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേണ്ട എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്തിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പൂ, പിന്നെ 2 വറ്റമുളക് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്കതിനെ ഒന്ന് പൊട്ടാനായിട്ട് വിടാം. ഗ്രാമ്പൂ പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് അടച്ചു വെക്കുന്നതായിരിക്കും സേഫ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് വരണം. അപ്പോൾ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കതിനെ വിടാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് സവാളയും പച്ചമുളകുമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാള വന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ ഷെയ്ഡ് എത്തുന്നിടം വരെ നമുക്കിതിനെ എടുക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ കറിക്കും ആ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ആകുമ്പോൾ എപ്പോഴും ഒരു ബ്രൗൺ അല്ല, ശരിക്കും ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത് നമ്മുടെ മസാലയുടെ ചേർക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അതിനായിട്ട് സവാള നല്ലതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തണം. അതുവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സവാള വഴറ്റിയെടുക്കാനും കുറച്ച് എളുപ്പമുണ്ടാവും. ഇപ്പം നമ്മുടെ സവാള ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയാണ്. അത് മൊത്തം ചേർത്തിട്ടില്ല, അതൊരു 1 ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പം നമുക്ക് ആദ്യം ഇത് പരുവാണോ നോക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ എരിവൊക്കെ കൂടി പോയില്ലേ. അപ്പോൾ പൊടിച്ചപ്പോൾ കുറച്ച് കൂടുതൽ പൊടിച്ചെന്നേ ഉള്ളൂ.
മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞോട്ടെ, അതിൻ്റെ ആ ഒരു പച്ച കുത്തൊക്കെ പോകണം. ഞാനത് മസാലയിൽ നിന്ന് ആ കുത്തൽ മണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാവുമ്പം ആ മസാല അടിക്കൊന്നും പിടിക്കില്ല. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാനും കുറച്ച് സമയം എടുക്കില്ലേ, പുകഞ്ഞ ടേസ്റ്റൊക്കെ വരാതിരിക്കും അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് അതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വന്നിട്ട് മസാലയൊക്കെ എല്ലാ സൈഡിലേക്കും കൂട്ടമായിട്ട് ഒരു അറ്റത്തട്ടത് നിൽക്കാതെ ചിക്കനിൽ മൊത്തത്തിൽ എല്ലാ പീസിലും നല്ലതുപോലെ കോട്ടാക്കി ഇളക്കി കൊടുക്കുമ്പോൾ വളരെ പതുക്കെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പം പീസൊക്കെ ഉടഞ്ഞു പോകാതെ നിൽക്കും. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിനെ മൂടി അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിലിടാം. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഉള്ള ഗ്രേവി ഒരുപാട് വറ്റിപ്പോവില്ല. ഇവിടെ ഇപ്പം നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഞാനൊരു കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അതൊരു നല്ല മണത്തിന് വേണ്ടിയിട്ടാണ് ചേർത്തത്. നിങ്ങൾക്ക് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ കുറച്ചുകൂടെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ കൂടെ ഇതിലേക്ക് ഒന്ന് വെതറി കൊടുക്കുകയാണ്. പെപ്പർ പൗഡറാണ് ചേർത്തത്. കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 30 സെക്കൻഡ് കൂടെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിനെ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാവുന്നതാണ്. ഇപ്പം എനിക്ക് ഇത്രയും ഗ്രേവി വേണം. ഞാനിതിപ്പോൾ കഴിക്കാൻ പോകുന്നത് അപ്പത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ഒരു പരുവത്തിന് ഗ്രേവി വേണം. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതിൽ ഓഫ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ശരിക്കും കുറച്ച് നേരം കൂടെ വെച്ചിട്ട് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയതിന് ശേഷം എടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഓഫ് ചെയ്യാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള അത്രയ്ക്ക് നല്ല മണമാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. എന്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സാധനത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല പോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.